നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം പാളയം യൂണിവേഴ്സിറ്റി കോളേജ് ഹോസ്റ്റലിൽ എക്സൈസ് നടത്തിയ റെയ്ഡിൽ കഞ്ചാവ് പിടികൂടി. യൂണിവേഴ്സിറ്റി കോളേജ് ഹോസ്റ്റലിലെ 15 മുറികളിലാണ് എക്സൈസ് സംഘം പരിശോധന നടത്തിയത്. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്ത സംഭവം കേരളത്തിൽ ചർച്ചയായതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്ത സംഭവം കേരളം ചർച്ച ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് തലസ്ഥാനത്തെ കോളേജ് ഹോസ്റ്റലിലും എക്സൈസ് പരിശോധനയിൽ കഞ്ചാവ് പിടിച്ചെടുത്തിരിക്കുന്നത്. പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഈ മറ്റു മുറികളുമൊക്കെ പരിശോധന നടത്തും എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. കൂടുതൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തും. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ ഒരു പരിശോധനയാണ് എക്സൈസ് സംഘം മിന്നൽ പരിശോധനയാണ് നടത്തിയത്. പരിശോധന നടത്തിയ ചില മുറികളിൽ നിന്ന് കുറഞ്ഞ അളവിലാണ് കഞ്ചാവ് പിടികൂടിയത്. 70-ലധികം മുറികളുള്ള വലിയ ഹോസ്റ്റലാണിത്. കേരള സർവകലാശാലയ്ക്ക് കീഴിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലാണിത്. എന്നാൽ ഇവിടെ നിന്ന് കഞ്ചാവ് പിടികൂടിയിരിക്കുന്നു എന്ന ഈ വിവരം അക്ഷരാർത്ഥത്തിൽ നടക്കുന്നത് തന്നെയാണ്. എന്തായാലും മറ്റു വിവരങ്ങളൊക്കെ പുറത്തു വരുന്നതേ ഉള്ളൂ. നമുക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ദൃശ്യങ്ങൾ കാണാം. ചില വിവരങ്ങൾ കൃത്യമായി ലഭിച്ചിരുന്നു. നേരത്തെ തന്നെ വളരെ ചില വിഷയങ്ങളിൽ പ്രസിദ്ധമായിരുന്നു കോളേജ്, പ്രത്യേകിച്ച് ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ച് പാസ്സായി പുറത്തു പോയ വിവിധ വിദ്യാർത്ഥികൾ SFIയിലെല്ലാം മുമ്പ് പ്രവർത്തിച്ച ശേഷം ചില ക്രിമിനൽ സംഘങ്ങളായി മാറിയ ചില ആളുകൾ ഈ ഹോസ്റ്റലിൽ താമസിച്ചിരുന്നു. അവരുടെയെല്ലാം ഇടപെടലെ തുടർന്ന് അഞ്ച് ഗ്രാം 10 ഗ്രാം ആ നിലയിലുള്ള ചെറിയ ക്വാണ്ടിറ്റി, അതായത് നമ്മൾ നേരത്തെ പോളിടെക്നിക്കിൽ നിന്ന് പിടിച്ചെടുത്ത പോലെ വലിയ എമൗണ്ട് എന്നുള്ള കഞ്ചാവല്ല, ചെറിയ ക്വാണ്ടിറ്റി എമൗണ്ടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. 15 റൂമുകളിൽ പരിശോധന പൂർത്തിയാക്കി. ഈ 15